ഞാൻ എൻ്റെ മാപ്പിളിനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ മൂപ്പര് പറഞ്ഞത് എന്ത് ചെയ്തു പറ്റില്ല. അപ്പൊക്ക് ഭയങ്കര സങ്കടമായി. കാരണം മൂപ്പരെ പറയാൻ പാടില്ലേനു. എന്നാൽ സഹോദരങ്ങളെ, ഒരാൾ ഉമർ റളിയല്ലാഹുവിനോട് അള്ളാഹിന്റെ റസൂൽ ചോദിച്ചാണ്, ഉമർ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നു എൻ്റെ നഫ്സിനാണെന്ന് ഉമർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. അപ്പൊ പറയാണ് പറ്റൂല എന്നാണ്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാളും തന്നെ വിശ്വാസിയാകുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പാപ്പാനെ, സ്വന്തം പിതാവിനേക്കാളും മക്കളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവില്ല. ഈമാനിന്റെ മാധുര്യം ആർക്കാ ആസ്വദിക്കാൻ പറ്റുക? സലാസും മൻ കുന്ന ഫീഹി വജദ അലാവത്തുൽ ഈമാൻ എന്നുള്ള ഹദീസ് ഉണ്ട്. നമ്മളൊക്കെ പഠിച്ച അനസ് ബിൻ മാലിക് വന്നിരിക്കുന്ന ഹദീസാണ്. അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവും അവൻ്റെ റസൂലും ആകാം. അപ്പൊ അമ്മായിമ്മ ചൂടാവുമ്പോൾ എന്താണ്? പടച്ചോൻ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചൂടാകാണ്, ഞാൻ പ്രതികരിക്കൂല. റബ്ബ് ഇങ്ങനെ നോക്കുകയാണ്, അമ്മായിമ്മ ചൂടാവുമ്പോൾ എന്ത് വർത്താനാണ് ഇവൾ പറയാ, ഇവൾ എന്ത് നിലപാടാണ് സ്വീകരിക്കണത്. അല്ലെങ്കിൽ ഉമ്മ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ എന്താണ് പ്രതികരിക്കുന്നത് എന്ന് അള്ളാഹു നോക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ കുറേ പ്രയാസങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കാണാത്ത തരത്തിൽ പ്രയാസങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു വീട്ടിൽ പോയ സന്ദർഭത്തിൽ, ഒരു വീട്ടിൽ സന്ദർശിച്ചപ്പോൾ അവിടെ ഭയങ്കര സാമ്പത്തിക പ്രയാസമുണ്ട്, ചികിത്സ സഹായം വേണമെന്ന് പറഞ്ഞപ്പം അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ്. ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സഹോദരങ്ങളെ, നടക്കാൻ പറ്റാത്ത ശരീരം തളർന്നു പോയി, TB ബാധിച്ച്, നട്ടലിന് TB ബാധിച്ച് തളർന്ന പിതാവ്, മുഴുഭ്രാന്തായ ഉമ്മ. അതാണ് ബാപ്പാൻ്റെ ഇമ്മാൻ്റെ സ്ഥിതിയാണത്. പിന്നെ ആകെയുള്ളൊരു മകൾക്ക് അപൂർവമായൊരു ക്യാൻസറാണ്. എല്ലുകളൊക്കെ നീളത്തിൽ വളരുക. നമ്മളൊക്കെ ഇങ്ങോട്ടല്ല വളരുന്നത്, ആ കുട്ടി വീതിയിലാണ് വളരുന്നത്. മുഖമൊക്കെ പരന്നിട്ട്, വിരലൊക്കെ പരന്നിട്ട്, അപൂർവമായ അസുഖമാണ്. ബ്രെയിനിൽ ട്യൂമറാണ്. ആ ട്യൂമർ സർജറി ചെയ്ത് മാറ്റാൻ പറ്റൂല. പിന്നെ ആകെയുള്ള ചികിത്സ 3 മാസം കൂടുമ്പോൾ 20,000 റുപ്യേൻ്റെ ഇഞ്ചക്ഷനാണ്. അത് ഈ മനുഷ്യൻ TB ബാധിക്കണതിൻ്റെ മുമ്പ് ആരോടെങ്കിലൊക്കെ ചോദിച്ചു കൊടുത്തെങ്കിലൊക്കെ സംഘടിപ്പിച്ച് അടിച്ചിരുന്നു. ഇയാൾ കിടപ്പിലായപ്പോൾ കിട്ടാൻ മാർഗമല്ല. സഹോദരങ്ങളെ, ഈ കുടുംബം എന്തെങ്കിലും അള്ളാഹിനോടോ റസൂലിനോടോ ചെയ്തത് കൊണ്ടല്ല എങ്ങനെ ആയത്. നമ്മളൊക്കെ എന്തെങ്കിലും വലിയൊരു പുണ്യം ചെയ്തത് കൊണ്ടല്ല നമ്മളിങ്ങനെ ഒരു അസുഖമില്ലാതെ ഇങ്ങനെ പളുങ്കായി നടക്കണത്. ഇതൊക്കെ വല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആരാണെന്ന് അള്ളാഹ് നോക്കുകയാണ്. ഇവിടെ ഇപ്പം എന്താണ്, ഒരു അസുഖം എനിക്കാണ് വന്നതെങ്കിൽ അള്ളാഹ് എന്നെ നോക്കുകയാണ്. ഞാൻ എന്താണ് പറയണത്, ഞാൻ എന്താണ് ചെയ്യണത്. അസുഖം വരുമ്പോൾ ഒക്കെ നിർത്തിയൊക്കെ എല്ലാം നിസ്കാരം നോമ്പൊക്കെ നിർത്തിച്ച്, ഏതായാലും നിസ്കരിച്ചിട്ട് കുറെ 10-30 കൊല്ലം നിസ്കരിച്ചു, എന്നെ കൊണ്ട് വെയ്ജ ഇതൊക്കെ ഇങ്ങോട്ട് വെച്ചതല്ല കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് നന്ദികേടാണോ കാണിക്കുന്നത്? അതല്ല, എൻ്റെ റബ്ബിന്റെ തീരുമാനത്തിൽ ഞാൻ സംതൃപ്തനാണ്. അൽഹംദുലില്ലാ റബ്ബേ, എന്നോട് റബ്ബേ എനിക്കൊരു ദേഷ്യവും നിന്നോടില്ല പടച്ചോനെ, എൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് എന്നെ മരിപ്പിക്കണേ എന്നുള്ള ഒരു നല്ല മനസ്സാണോ നമുക്ക് ഉണ്ടാകുന്ന നോക്കുകയാണ്. മറ്റുള്ളവർക്കുള്ള പരീക്ഷണം എന്താ സഹോദരങ്ങളെ? ഈ ഒരു രോഗിയോട്, ഈ പരീക്ഷണം ബാധിച്ച ആളോട് എന്ത് നിലപാടാണ് നമ്മൾ എടുക്കുന്നത് അള്ളാഹ് നോക്കണം. അതിനു വേണ്ടിയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. ഇവിടെ പാവങ്ങളെയും പൈസക്കാരെയും രോഗികളെയും രോഗമില്ലാത്തവനെയും ഒക്കെ ഇതൊന്നും ആരുടെയും കർമ്മങ്ങളുടെ മഹത്വം കൊണ്ടോ, ചില ആളുകൾ കുടുംബപരമായി നല്ലതായതുകൊണ്ടോ, ചില ആളുകൾ കുറച്ച് നല്ല കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ എന്നും അല്ലതൊന്നും നടക്കുന്നത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ കലാകദറാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു തിരിച്ചറിവുണ്ട്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എങ്ങോട്ടാണ് പോണത്, ആ തിരിച്ചറിവിലേക്ക് വരുമ്പം അപ്പൊ അള്ളയും റസൂലാണ് എനിക്ക് ഏറ്റവും വലുത്. അവിടെ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ആര് ചീത്തണം. അപ്പോൾ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ എന്താ നമുക്ക് ഇത് പടച്ചോൻ കണക്കാക്കിയതാണ് 50,000 വർഷം മുയ്യത് ഇയാൾ ദേഷ്യപ്പെടുന്നുള്ളത്. അപ്പൊ എന്താ ലാത്തകലം, അള്ളാന്റെ റസൂൽ പറഞ്ഞ ലാത്തകലം, കോപിക്കരുത്. ഓൻ കോപിച്ചാൽ നമ്മൾ കോപിക്കാൻ പാടില്ല. ലാത്തകലം. അപ്പൊ എന്താ, ഞാൻ ദേഷ്യപ്പെടൂല, നമ്മളിങ്ങനെ ചിരിച്ച് നിൽക്കണേ. നമ്മൾ ചിരിക്കുന്നോട് അയാൾ ദേഷ്യം പോവും. നമ്മൾ വീണ്ടും ദേഷ്യപ്പെടുമ്പോഴാണ് അയാൾ ദേഷ്യപ്പെടുക. നിങ്ങൾ നല്ല ദേഷ്യം വരുന്ന ആളോട് ചിരിച്ചോക്കി, ചിലപ്പോൾ എന്താ ഇളിച്ചിട്ട് ചോദിച്ചു. പിന്നെ അയാൾക്ക് അങ്ങനെ രണ്ടാമത് ചോദിക്കാൻ വയ്ക്കൂല, എന്താ ഇളിച്ചിടന്നൊക്കെ ചോദിച്ചു. ചിലപ്പം പിന്നെ ചോദിക്കൂല, പിന്നെ അയാൾ ചിരിച്ചു. പക്ഷെ അങ്ങനെ നമുക്ക് നിൽക്കാൻ കഴിയില്ല, നമ്മളെ പിശാചിനെ സമ്മതിക്കൂല. പക്ഷെ ആ തിരിച്ചറിവ് എപ്പോഴാണ് കിട്ടുക? അള്ളാഹുവും റസൂലുമാണ്. ഇപ്പൊ വീട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, മാപ്പിളയും പെണ്ണുങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടായി. തെറ്റ് മൂപ്പരെടുത്താണ്, മൂപ്പര് മുൻകോപിയാണ്, മൂപ്പരെടുത്താണ് മിസ്റ്റേക്ക്. മൂപ്പര് വെറുതെ ചൂടാകുകയാണ്. എങ്കിലും സഹോദരങ്ങളെ, ഇത് വെറുതെ ചൂടത്ത് പടച്ചോന്റെ ഒരു തീരുമാനമാണ്. അയാൾ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചൂടാണ്. പടച്ചോന്റെ ഒരു കലാകദറിന്, പടച്ചോന്റെ ഒരു മശിയത്തോടും പടച്ചോന്റെ ഒരു ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇയാൾ ചൂടാണ്. പിന്നെ സഹീഹ് മുസ്ലിമിലെ ഹദീസ് ഉണ്ട്, അത് നമ്മൾ മനസ്സിൽ കുറിച്ചിട്ടാൽ മതി. എന്താണ് സഹീഹ് മുസ്ലിം ഹദീസിൽ? ഇബ്ലീസിന്റെ സിംഹാസനം കടലിലാണ്, വെള്ളത്തിലാണ് ഇബ്ലീസിന്റെ സിംഹാസനം. രാവിലെയും വൈകുന്നേരത്തോടെ മീറ്റിംഗ് ഉണ്ട്. ഇബ്ലീസ് എല്ലാ കുട്ടി ചേത്താമാരും രാവിലെയും വൈകുന്നേരം വിളിച്ചിടും. എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കും. വലിയ കമ്പനിയിലൊക്കെ മീറ്റിംഗ് ഉണ്ടാവും, ഡെയിലി മീറ്റിംഗ് ഉണ്ടാവും.
അതേപോലെ ഇബിലീസ് ഭയങ്കര കമ്പനിയാണ്, അതിന്റെ CEO ആണ് ഇബിലീസ്. ഇബിലീസ് രാവിലെയും വൈകുന്നേരം മീറ്റിംഗ് വിളിച്ചിട്ട് ചോദിക്കും എന്തൊക്കെയാന്ന് ചെയ്ത്. അപ്പോൾ ഓരോ പിശാചുക്കളും ശൈത്താന്മാരും അവർ ചെയ്യിപ്പിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഒരാൾ പറയും ഞാൻ ഒരാളെ കള്ളുടിപ്പിച്ചു, ഞാൻ ഒരാളെ വ്യഭിചരിപ്പിച്ചു, അങ്ങനെ അവർ ചെയ്യിപ്പിച്ച തെറ്റുകളൊക്കെ പറയും. അപ്പോൾ ഇബിലീസ് ഇങ്ങനെ കേൾക്കുന്നതാണ്. അപ്പോൾ ഒരു ഇബിലീസ് വന്നിട്ട് പറയുന്നത്, ഒരു ശൈത്താൻ വന്നിട്ട് പറയുന്നത് ഞാനൊരു മാപ്പിളിനെയും പെണ്ണുങ്ങളെയും തെറ്റിച്ചിരിക്കണം. ഹായ് കൊടുക്ക എന്നറിയില്ല നമ്മൾ ഇജാട ആൺകുട്ടി എന്ന് പറയുന്ന പ്രയോഗമാണ് പിന്നെ അറബിയിൽ ഇബിലീസ് നടത്തുന്നത്. കാരണം എന്താ, മാപ്പിളിയും പെണ്ണുങ്ങളും തെറ്റിയാൽ പിന്നെ അവൻ്റെ കാര്യം പോക്കാണ്, പിന്നെ അവൻ്റെ ജീവിതത്തിന് വലിയൊരു സുഖം ഉണ്ടാവില്ല, കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കൂല, ഒക്കെ തെറ്റിക്കൊണ്ടേക്കാരം, ഭയങ്കര ഇടങ്ങാറേക്കാരം മനസ്സിക്ക്. അപ്പോൾ തെറ്റിച്ചാൻ ഇബിലീസ് എല്ലാ പണിയെടുക്കും. അപ്പോൾ ഭർത്താവ് ദേഷ്യം അല്ലെങ്കിൽ ഭാര്യ ദേഷ്യപ്പെടാണ്. ഓളിപ്പോൾ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടും, ഞാൻ ചെലവ് കൊടുക്കണല്ലേ, ഓള് അലിജാലു ഖവ്വാമൂന അലന്നിസാന്നല്ലേ, ഓൾ അങ്ങനെ തൊള്ള വർത്താനം പറയാൻ പാടുണ്ടോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അപ്പോൾ ഓൾ ദേഷ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യുക, പടച്ചോൻ നൽകിയൊരു പരീക്ഷണമാണല്ലോ ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ട് സമാധാനിച്ച് നിൽക്കുക. അതിൽ ക്ഷമണ്ട്. അള്ളാന്റെ റസൂല് വരെ ആയിഷ ബീവി പാത്രം പൊട്ടിച്ചപ്പോൾ എന്താ, പാത്രം തട്ടിയാണ് പൊട്ടിച്ചപ്പോഴും മൂന്തക്കടിച്ചിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല. നബി ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്ത് ആ പൊട്ടിയ പാത്രങ്ങളൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ മാറ്റുക ചെയ്തത്. അതാണ് നമ്മുടെ നബി. ആ നബിയുടെ അനുയായികളാണ് നമ്മൾ. പക്ഷെ എന്താ പോളെ വിചാരം, അങ്ങനെ ഓൾ പറയാൻ പാടുണ്ടോ എന്നാണ് ആൾക്കാർ. മാപ്പിളി പെണ്ണുങ്ങളും തെറ്റിയാൽ ചർച്ചയ്ക്ക് ഇരുത്തിയാൽ പറയാം, ഓൾ അങ്ങനത്തെ വർത്താനം പറയാൻ പാടുണ്ടോ? അങ്ങനത്തെ പണിയൊക്കെ മുമ്പും ഇവിടെ പെണ്ണുകൾ ആയിഷ ബീവി വരെ ചെയ്തിക്കണ്. അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു മനസ്സിലാകുന്നത് ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം. ഇബിലീസ് സിംഹാസനത്തിൽ ഇരുന്ന് കാര്യങ്ങൾ പലതും ഇവിടെ ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ പെണ്ണുങ്ങൾ ഇബിലീസിന്റെ തീ പെട്ടതാണ്. നമ്മൾ മാപ്പ് കൊടുക്കുക, അപ്പൊ വിട്ടുവീഴ്ച ചെയ്യുക. അപ്പൊ പടച്ചോ നമ്മളങ്ങനെ നോക്കുക, ഓ ഉഷാർ, ഓൻ ജയിച്ചു, ആ ടെസ്റ്റിലോൻ ജയിച്ചു, അപ്പൊ നമുക്ക് മാർക്ക് കിട്ടും, അപ്പൊ നമ്മൾ പാസ്സാവും പരീക്ഷ. അപ്പൊ അതാണ് സഹോദരങ്ങളെ, ഇതിനാണ് എല്ലാ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതി എല്ലാവരും ഓതിയ ആൾക്കാരാണ്. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതുന്ന ആൾക്കാർ അവിടെ ഉള്ളവർ. എന്താ സഹോദരങ്ങളെ ഇത്രമാത്രം എല്ലാ വെള്ളിയാഴ്ചയും അൽ കഹ്ഫിൽ ഓതാൻ മാത്രമുള്ളത്? അതിന്റെ തുടക്കത്തിൽ പറയുന്ന ആയത്തുണ്ട്. എന്താണ് തുടക്കത്തിൽ? 3 ഗുഹാവാസികളെ കഥയാണ്. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അസ്ഹാബുൽ കഹ്ഫ് എന്ന് വെച്ചിട്ട് വിശുദ്ധ ഖുർആൻ. അം ഹസിബ്ത, അം എന്ന് പറഞ്ഞാൽ സാധാരണ ഓർന്നുള്ള, അതല്ല, ഏതല്ല, അതല്ല. നിങ്ങൾ മലയാളത്തിൽ എടുത്തു നോക്കണ്ടേ, അതല്ല എന്ന് അതിൻ്റെ അർത്ഥം. എന്തല്ല? നിങ്ങൾ ഇത്ര കാലം ആലോചിച്ചോ, എന്താണ് ഈ അതല്ല എന്ന് പറഞ്ഞത്? ഒരു അതല്ല ഉണ്ട് അവിടെ. എന്താണ് അതല്ല പറഞ്ഞത്? ഏതല്ല? ഇതേവരെ പറഞ്ഞ 8 ആയത്തിൽ പറയുന്ന വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. ആദ്യത്തെ 8 ആയത്ത് വിശുദ്ധ ഖുർആനെ പറ്റിയ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ എന്ന് തുടങ്ങുന്ന 8 ആയത്ത് ഖുർആനെ പറ്റിയാണ്. ആ ഖുർആൻ അല്ല, അതല്ല. ഈ ഗുഹാവാസികളാണോ വലിയ അത്ഭുതം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പൊ ഗുഹാവാസികളെക്കാൾ വലിയ അത്ഭുതം ഖുർആനാണെന്നാണ് ഇതിന്റെ അർത്ഥം. ഗുഹാവാസികളെക്കാൾ വലിയ അത്ഭുതം ആദ്യത്തെ 8 ആയത്തിൽ പറഞ്ഞ ഖുർആനാണ്. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് സ്ഥിരമായി ഓതിയാൽ എന്താണ്, വരുന്ന ആഴ്ച ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷണം ഉണ്ടാവും. അങ്ങനെ വെറുതെ ഓതിയാ കിട്ടുന്നതാണോ? അല്ല. ആ ആദ്യത്തെ 10 ആയത്തിൽ പറയുന്നത് വിശുദ്ധ ഖുർആനെ പറ്റിയാണ്. ആ വിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്ത് വെച്ചവൻ ദജ്ജാലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലാണ്. ആ ഏറ്റവും വലിയ ഫിത്നയിൽ നിന്ന് ഖുർആനിന്റെ ആളുകൾ രക്ഷപ്പെടും. ആ ഒരു മെസ്സേജാണ് തരുന്നത് ആദ്യത്തെ 10 ആയത്ത് ഓതിയാൽ. എന്നിട്ടും ഗുഹാവാസികളുടെ കഥ പറ. ആരാണ് ഗുഹാവാസികൾ? ഭരണാധികാരി ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞ് നാട് വിട്ടുപോയി ഗുഹയിൽ അഭയം പ്രാപിച്ച ഒരു കൂട്ടം യുവാക്കളെ അള്ളാഹു 309 വർഷം ഉറക്കി എന്നാ പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെടുത്തിയ കഥ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ഓദിപ്പിക്കണം. എന്തിനാന്ന് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഒരു ഭരണാധികാരി ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ ശിർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒരു നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഗുഹയിൽ അഭയം പ്രാപിച്ച കുറച്ച് ചെറുപ്പക്കാരെ അള്ളാഹു ഉറക്കിയിട്ട് 309 കൊല്ലം കഴിഞ്ഞ് ജീവിപ്പിച്ചു. ആ ചരിത്രം പഠിപ്പിക്കണം. എന്തിനാണ്? ഷിർക്കിന്റെ ഗൗരവമാണ്, തൗഹീദിന്റെ പ്രാധാന്യമാണ്. അള്ളാഹുവിൽ പരമേൽപ്പിച്ചോലെ അള്ളാഹു രക്ഷപ്പെടുന്നുള്ള മെസ്സേജാണ് എല്ലാ വെള്ളിയാഴ്ച നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പിന്നെ വരുന്ന കഥ ഏതാ? ഗുഹാവാസികളെ കഥ കഴിഞ്ഞാൽ പിന്നെ വരുന്ന കഥ എന്താ? 2 തോട്ടക്കാരുടെ കഥയാണ്. എന്താണ് തോട്ടക്കാരുടെ കഥയിൽ ഇത്ര ഉള്ളത്? എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ കിൽത്തൽ ജന്നത്തൈനി ആതത് ഉക്കലുഹ എന്ന് പറഞ്ഞിട്ട് എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ഓതാ മാത്രം. എന്താ സഹോദരങ്ങളെ ഗുഹാവാസികളുടെ കഥയിലുള്ളത്, അല്ല തോട്ടക്കാരുടെ കഥയിലുള്ളത്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച 2 ആളുകളാണ്. 2 ആളുകളുടെ നിലപാട് പഠിപ്പിക്കാണ്. അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്താണ്, ഇവിടെ എല്ലാവർക്കും തോട്ടുണ്ട്, എല്ലാവരും ബിസിനസ് നടത്തുന്നുണ്ട്, എല്ലാവരും ഓരോ ഏർപ്പാടിയിട്ട് നടക്കുന്നുണ്ട്. എന്തേ? ഒരു തോട്ടക്കാരന് അള്ളാഹു നിറയെ അനുഗ്രഹങ്ങൾ നൽകി. അവന്റെ കൃഷി സമൃദ്ധമാണ്, വെള്ളം സുലഭമാണ്, നല്ല വിളവുണ്ട്. പക്ഷെ ഓന്റെ തോന്നൽ എന്താ? നല്ല 5008 വിത്ത് വാങ്ങി ഞാൻ കൃഷിഭവന് എല്ലാ കൊല്ലും ഏറ്റവും നല്ല ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഇറങ്ങണ ഏറ്റവും മുന്തിയ വിത്തും ഏറ്റവും നല്ല വളവുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സീസണൊക്കെ നോക്കിയിട്ട് ഏറ്റവും മണ്ണൊക്കെ ടെസ്റ്റ് എടുത്തിട്ട് അതിന്റെ കെമിക്കൽ അനുസരിച്ചാണ് ഞാൻ വളം നിർണ്ണയിക്കുന്നത്. അങ്ങനെ ഞാൻ വളരെ അപഗ്രഥിച്ചുകൊണ്ട് വലിയ എഫർട്ട് നടത്തിയിട്ട് നടത്തുന്ന കൃഷി ആയത് കൊണ്ടാണ് എനിക്ക് ഈ വിളവ് എന്നൊരു തോന്നൽ ചില ആൾക്കാർക്കുണ്ട്.
എന്നാൽ അതിനേക്കാളൊക്കെ വലിയ കൃഷി നടത്തിയവരെ വിളവുകളൊക്കെ വെള്ളപ്പൊക്കത്തിലും പ്രകൃതി ദുരങ്ങൾ കൊണ്ടും കീടങ്ങൾ വന്നൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏതൊരു അനുഗ്രഹവും ഉണ്ടെങ്കിലും സഹോദരങ്ങളെ, അതെല്ലാം അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹിന്റെ ഫളില് മാത്രമാണ്, അള്ളാഹിന്റെ ഹൗലും കുവ്വത്തും മാത്രമാണ്. നമ്മളൊരു എഫർട്ട് കൊണ്ടാണ് അത് എന്നുള്ളൊരു തോന്നല് ഒഴിവാകാനാണ് ഈ കഥ ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും പറഞ്ഞിരുന്നത്. ചില ആൾക്കാർ എന്താ വിചാരിച്ചോ, എന്നിട്ട് ആ ഗുഹാവാസി എന്താ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച തോട്ടക്കാരന് വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ മറ്റേ ആള് പഠിപ്പിച്ചു കൊടുക്കണം എന്ത്, ആ തോട്ടം ഇങ്ങനെ ഉഷാറായി നിൽക്കണ കണ്ടപ്പോ എനിക്കൊന്ന് പറഞ്ഞൂടേനോ, ഇതൊക്കെ അള്ളാന്റെ മാഷാ അള്ളാ മാഷാ അള്ളാ ലാ ഖുവത ഇല്ലാ ബില്ലാ, അതൊക്കെ അള്ളാന്റെ ഒരു കഴിവും ശക്തിയൊക്കെയാണ്, അല്ലാതെ നമ്മളൊരു മെനക്കെടുകൊണ്ട് മാത്രമല്ല, ഇതൊക്കെ പടച്ചോന്റെ ഒരു ഔദാര്യാണ് എന്നുള്ളത് ഒന്ന് എനിക്ക് പറഞ്ഞൂടേനോ എന്ന് ചോദിക്കണ്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി എന്താ, ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി തരം മുട്ടിച്ചേക്കുക, കാർ മുട്ടിച്ചേക്കുക, മാഷാ അള്ളാ മാഷാ അള്ളാ ലാ ഖുവത ഇല്ലാ ബില്ലാ പറയണം സഹോദരങ്ങളെ. പക്ഷെ പറയല് മാത്രല്ല, അത് ജീവിതത്തിലെ ഒരു നിലപാടാണ്, ജീവിതത്തിലൊരു നിലപാടാണ്. ഒരാൾ വന്നിട്ട് വീടില്ല, കഷ്ടപ്പാടാണ്, ഇതാ വീടുണ്ടാക്കണം. ഞാൻ ഇതാ ഈ തൽക്കാലം ഷെഡൊക്കെ കെട്ടിക്കാണ്ട് താമസിക്കാണ്, മഴ വന്നാൽ പ്രയാസമാണ്, 2-3 കുട്ടികളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താ അറിയോ, ഒരു 1000 രൂപ 2000 രൂപ എടുത്തു കൊടുക്കുക. ആരെന്നറിയോ, ആരെടുത്തു കൊടുക്കണറിയോ, 75 ലക്ഷത്തിനും 65 ലക്ഷത്തിനും 50 ലക്ഷത്തിനും വീട് വെച്ചോനെ ഒരാൾ വീടില്ല എന്ന് പറയുമ്പോൾ 1000 രൂപ എടുത്തു കൊടുക്കുക. എന്നിട്ട് വലിയ കാര്യം 1000 രൂപ കൊടുത്തുക്കണം. സഹോദരങ്ങളെ, ഓന്റെ വീടിന് എന്താ വില അറിയോ, 1 കോടിയാണ്. ഓന്റെ വീട്ടിക്ക് കാറ് കണ്ട് ഇനോവ തിരിച്ചാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് 1 സെന്റ് സ്ഥലപ്പം വാങ്ങിന് 12 ലക്ഷത്തിന്. എന്ത്, ഓന്റെ ഇനോവന് കയറാം 12 ലക്ഷത്തിന്. എന്നിട്ട് ഒരാൾ വന്ന് വീടുണ്ടാക്കാൻ ചോദിക്കുമ്പോൾ 2000-ന് 1000-ന് നോട്ട് കൊടുത്തിട്ട് ഞാൻ ഭയങ്കര ധർമ്മിഷ്ഠനാണ്. അതൊരു നിലപാടാണ്. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ. അപ്പൊ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ സഹോദരങ്ങളെ, ഓന്റെ വീടുണ്ടാക്കാൻ 4 ലക്ഷം 5 ലക്ഷത്തിനൊക്കെ പാവങ്ങൾ വീടുണ്ടാക്കുന്നുണ്ട്. ഇത് എൻ്റെ വീട്, 1 കോടിക്ക് വീടുണ്ടാക്കിയോ 12 ലക്ഷം കൊടുത്ത് ഇനോവ തിരിച്ചാൻ വേണ്ടി സ്ഥലം വാങ്ങിയ ആൾക്കാർ സഹോദരങ്ങളെ 5 ലക്ഷത്തിന്റെ വീടൻ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള നിലപാട്. ആ നിലപാടിലേക്കാണ് മുസ്ലിങ്ങൾ വരേണ്ടത്. മുൻഗാമികൾ ആ നിലപാടിലേക്ക് വന്നവരായിരുന്നു. നമ്മളിത് സ്റ്റിക്കർ ചെയ്ത് ഒട്ടിച്ചേക്ക കാർമല് പെരിയില് മാഷാ അല്ലാ മാഷാ അല്ലാ. ചിലർക്ക് ആദാമിൻ ഫദ്ലു റബ്ബി, അതന്നെയാണ് അൽ കഹ്ഫിൽ. അടുത്തെന്താ, ദുൽഖർനൈന്റെ കഥ പറയുന്നുണ്ട്. ദുൽഖർനൈൻ എന്ന രാജാവിന്റെ കഥ പറയുന്നുണ്ട്. മുഫസ്സിറുകളൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ കഥയിൽ അത് എവിടെ ആര് എന്തൊന്നും വെറുതെ കുറെ വായിച്ച് സമയം കളയണ്ട. പടച്ചോ കൃത്യം അള്ളാഹു ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറപ്പുറം നോക്കേണ്ട ആവശ്യമില്ല. അത് ആരായിരുന്നു, അതിപ്പോ ഇനി മറ്റേയാളാവോ ഇയാളാവോ, അയാൾ മുസ്ലിം ആണോ കാഫിറാണോ, ഇങ്ങനെ ഭയങ്കര ചർച്ച ചെയ്ത് ചില ആൾക്കാർ പോണാണോ തഫ്സീറൊക്കെ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ഇടങ്ങേറുമില്ല. പടച്ചോൻ പറഞ്ഞ കാര്യം മാത്രം നോക്കിയാൽ മതി. ദുൽഖർനൈന്റെ കഥ പറയുമ്പോൾ അള്ളാഹ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, ദുൽഖർനൈൻ നല്ല പവർഫുൾ ആയിട്ട് രാജാവായിരുന്നു, വളരെ ശക്തിമത്തായ ഒരു ഭരണാധികാരി. എന്നിട്ടോ യഅ്ജൂജ് മഅ്ജൂജിന്റെ ശർറിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ ലോഹങ്ങൾ ഉരുക്കി വലിയൊരു മതിലുണ്ടാക്കി. ആ മതിലുണ്ടാക്കിയിട്ട് യഹ്ജൂജിന്റെയും മഅ്ജൂജിന്റെയും ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ആ ജനങ്ങളെ രക്ഷിച്ചു. എന്നിട്ടോ ഓരോട് ഹദീദ് ലോഹക്കട്ടികൾ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അത് ഉരുക്കി വലിയൊരു മതിലുണ്ടാക്കിയിട്ട് അവസാനം എന്താണ്, ഞാൻ ഉണ്ടാക്കി തന്നില്ലേ എന്നല്ല, എന്താണ് മിൻ റഹ്മത്തു റബ്ബിക, ഇതെന്റെ റബ്ബിന്റെ റഹ്മത്താണെന്നാണ്. അതാ റഹ്മത്തു മിൻ റബ്ബിക, ഇതെന്റെ റബ്ബിൽ നിന്നുള്ള ഔദാര്യമാകുന്നു എന്നാണ്. ഇത് ഞാൻ അങ്ങനെ ഒരു കൈകൊണ്ട് ഉണ്ടാക്കിയതല്ല, ഇത് പടച്ചോന്റെ ഔദാര്യം. അപ്പൊ ആ ഒരു മെസ്സേജ്, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് വന്നു ചേർന്നിട്ടുണ്ടോ, മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, വീടാകട്ടെ, സമ്പത്താകട്ടെ, കച്ചവടമാകട്ടെ, ഇതൊക്കെ പടച്ചോന്റെ ഒരു ഔദാര്യം മാത്രമാണ്. ഞാനിങ്ങനെ മെനക്കെട്ടുകൊണ്ടൊന്നല്ല ഇത് എന്നുള്ളൊരു ബോധമാണ് അൽ കഹ്ഫ് ഓതുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും കിട്ടണ്ടേ. മൂസാ നബിന്റെയും ഖിളിർ നബിന്റെയും കഥ ഉണ്ട്. എന്താണ്, ഖലാ ഖദർ ഇങ്ങനെ പച്ചക്ക് പഠിപ്പിക്കുകയാണ്. ഖലാ ഖദർ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹിക്മത്ത് പഠിപ്പിക്കുകയാണ്. നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞില്ലേ, ഞരമ്പ് മുറിക്കുന്ന കുട്ടിയൊക്കെ എന്താണ്, ഉമ്മ ചീത്ത പറഞ്ഞോണ്ട് ഞരമ്പ് മുറിക്കുക, ഭർത്താവ് ദേഷ്യപ്പെട്ടത് കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുക. കാരണം ഖലാ ഖദറിലെ വിശ്വാസം ഈമാൻ കാര്യം 6ആണ്. 6ാമത്തെ ഖലാ ഖദറാണെന്ന് എഴുതിച്ച് മാർക്ക് വാങ്ങിയാൽ പോരാ. എന്താണ് ഖലാ ഖദർ, അങ്ങനെ പഠിപ്പിക്കാണ് മൂസാ നബിന്റെ ഖിളിർ നബിന്റെ കഥയിൽ. എന്താണ് സഹോദരങ്ങളെ, മൂസാ നബി ഖിളിർ നബി യാത്ര പോവാണ്. മൂസാ നബിക്ക് അറിയാത്ത പല കാര്യങ്ങളും ഖിളിർ നബിക്ക് അറിയാം. എന്താണ്, ഒന്നും ചോദിക്കാൻ പാടില്ല, പലതും ഞാൻ ചെയ്യും, മിണ്ടാൻ പാടില്ല. അതാണ് യാത്രന്റെ ഒരേ ഒരു കണ്ടീഷൻ. മിണ്ടിയാൽ എന്ത് ചെയ്യും, മിണ്ടിയ യാത്ര അവസാനിക്കും. ചോദിക്കാൻ പാടില്ല, ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചെല്ലുമ്പോൾ എന്താണ്, ഒരു കപ്പലിൽ കയറിയിട്ട്, ഒരു പാവങ്ങളുടെ കപ്പലാണ്, ഒരു സൊസൈറ്റിന്റെ കപ്പൽ, സൊസൈറ്റി സഹകരണ സർവീസിന്റെ കപ്പലാണ് വിചാരിച്ചോളി. ആ കപ്പലിൽ കയറിയിട്ട് മൂസാ നബി ഖിളിർ നബി കപ്പൽ ഓട്ടാക്കി. അപ്പൊ മൂസാ നബി പ്രതികരിച്ചു. ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്ന പ്രവാചകന്മാരെന്ത് ചെയ്യും, അധർമ്മം കാണുമ്പോൾ പ്രതികരിക്കും. എന്താണ് ചെയ്യുന്നത്, ഒരു കപ്പൽ, പാവപ്പെട്ട കപ്പലിൽ കയറിയിട്ട് അവരുടെ കപ്പലിന് ഓട്ടുണ്ടാക്കുകയാണോ ചോദിച്ചു. മിണ്ടാൻ പാടില്ല, ഞാൻ പലതും ചെയ്യും, മിണ്ടാൻ പാടില്ല. അതാണ് കണ്ടീഷൻ. ഇനി മിണ്ടിയ പ്രശ്നമാണ്. അങ്ങനെ വീണ്ടും അവൻ മിണ്ടൂല എന്ന് പറഞ്ഞാൽ, അല്ല ഉദ്ദേശിച്ചാൽ ഞാൻ മിണ്ടൂല എന്നാ പറഞ്ഞു. അവിടെ മെസ്സേജ് അല്ല ഉദ്ദേശിച്ചാൽ ഞാൻ മിണ്ടൂല എന്നാ പറഞ്ഞു. അങ്ങനെ വീണ്ടും യാത്ര പോവുകയാണ്.
അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു? ഒരു കുട്ടിനെ കാണുമ്പോൾ ആ കുട്ടിയെ കൊല്ലുകയാണ് ഖിളർ നബി. അപ്പൊ മൂസാ നബി വീണ്ടും പ്രതികരിച്ചു, എന്താണ് ഒരു കുട്ടിനെ കൊല്ലേ? ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഇനി ഇവിടെ അവസാനിക്കുമാണ്. അങ്ങനെ വീണ്ടും യാത്ര ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഭക്ഷണമൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഭക്ഷണം കിട്ടാതെ തെണ്ടി നടന്നിട്ട് ആ ഗ്രാമത്തിലെ ആളുകൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്തിൻ്റെ ഒരു മതിൽ പൊളിഞ്ഞ് വീഴാറായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് മൂസാ നബി ഖിളർ നബി കയറി നന്നാക്കി, പൊളിച്ചണം നന്നാക്കി. അപ്പോൾ മൂസാ നബി ചോദിച്ചു, ഈ ഭക്ഷണം കൂടി തരാത്ത ഈ നാട്ടുകാരെ മതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിഫലം വാങ്ങാമായിരുന്നില്ലേ? എന്തിനാ നന്നാക്കി എന്ന രൂപത്തിൽ പറഞ്ഞു. നമ്മളെ യാത്ര അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. ഒന്നെന്താണ്? ആ കപ്പൽ പാവങ്ങളുടെ കപ്പലാണ്. അത് പിടിച്ചെടുക്കാൻ ഒരു കൊള്ളക്കാരനായ രാജാവ് അവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കപ്പൽ പിടിച്ചെടുക്കാതെക്കാൻ അതിൽ ചെറിയ ഡാമേജ് ഉണ്ടാക്കിയാൽ ആ ഡാമേജുള്ള കപ്പൽ എന്ത് ചെയ്യൂല? അത് പിടിച്ചെടുക്കൂല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയണത്. ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ മാതാപിതാക്കളെ കൊല്ലും. അപ്പൊ മൂസാ നബിക്ക് തോന്നിയാ അങ്ങനെ കൊല്ലണ മാതാപിതാക്കളെ കൊല്ലുന്ന കുട്ടിയാണ്, പിന്നെ എന്ത് ചെയ്യണ്ട, അവൻ ജീവിക്കേണ്ടത്. അപ്പൊ നമുക്ക് തോന്നില്ലേ അത് ശരിയായിന്ന്? അതേപോലെ എന്ത് ചെയ്യും? ആ മതിലിന്റെ പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്, അതും പറഞ്ഞു കൊടുക്കും. അപ്പൊ തോന്നുകയാണ് എന്ത്? തോന്നുകയാണ് ആ ചെയ്തതൊക്കെ നന്നായും തോന്നുകയാണ്. അപ്പൊ നമ്മളെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോഴത്തിന്. ഇപ്പൊ ഞാൻ അങ്ങനെ നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളെ വണ്ടി ഒന്ന് ചെറിയൊരു ആക്സിഡന്റ് ആയി വിചാരിച്ചാൽ, ഒരു ഖുറാൻ ക്ലാസ്സിൽ നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയപ്പോൾ ആക്സിഡന്റ് ആയി. ഇപ്പൊ നമ്മൾ വിചാരിച്ചു, ഓൻ്റെ പടച്ചോനെ, ഞാൻ ഇപ്പോൾ ഒരു ഖുറാൻ ക്ലാസ് ഇന്മക്കും കൂടി അല്ലല്ലോ പോണ്, ഖുറാൻ ക്ലാസ് കേൾക്കാനാണല്ലോ പോണ്, എന്നിട്ട് ചിന്നോട് ഈ പണി കാട്ടിയല്ലോ. കഴിഞ്ഞ് കൂലി പോയി സഹോദരങ്ങളെ. നന്ദികേടിന്റെ വർത്താനാണ്, അതല്ല വരേണ്ടത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാണ് വിശ്വാസി പറയേണ്ട വാക്ക്. ഇതൊക്കെ പടച്ചോൻ കണക്കാക്കി അതൊക്കെ സംഭവിക്കുക ചെയ്യും. അൽഹംദുലില്ലാഹ്. പടച്ചോൻ അതിലൊരു ഹിക്മത്തുണ്ട്. ആ ഹിക്മത്ത് നമുക്ക് മനസ്സിലാണില്ല. അതാണ് നമുക്ക് മനസ്സിലാണില്ല. മൂസാ നബിക്ക് അപ്പം മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്തപ്പോൾ മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്ന പല കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ തിന്മയാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ആ ഭരണം മാറി. നേരത്തെ പറഞ്ഞല്ലേ, എന്താ ഇനി ഉണ്ടാകുക, ഇനി എന്താ കാട്ടുക, ഇനി ഇപ്പൊ എന്താവും, വാങ്ങൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നാ കേൾക്കണ്. ഇനി 2ൽ കൂടുതൽ കുട്ടികളുണ്ടായ ടാക്സ് അടക്കം ഓൽക്കൊന്നും സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, ആധാർ ഉണ്ടാവില്ല, ഇലക്ഷൻ കമ്മീഷന്റെ ID കാർഡ് ഉണ്ടാവില്ല എന്നൊക്കെ ഇപ്പൊ കേൾക്കണ്. അങ്ങനെ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് ബേജാറായി. ഫോണിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ? നമുക്ക് നേരിട്ട് കാണുമ്പോൾ പറയാം. ചില ആൾക്കാർക്ക് ഫോണിൽ പറയാനും പേടി, നേരിട്ട് കാണുമ്പോൾ പറയാം. അപ്പൊ അങ്ങനെയൊക്കെ പേടിച്ച് സഹോദരനെ, യൂസുഫ് നബിന്റെ കഥ എന്താണ്? അത് അള്ളാന്റെ ഹിക്മത്താണ്. യൂസുഫ് നബി നോക്കി ചെറുപ്പത്തിൽ എന്താണ്, ഒരു കുട്ടിയെ മാതാപിതാക്കളുടെ ലാളന ഏറ്റ് ജീവിക്കേണ്ട ഒരു കുട്ടിയെ കിണറ്റ് കൊണ്ടിട്ട് ആര്? സഹോദരങ്ങൾ കിണറ്റ് കൊണ്ടിട്ടാണ്. എന്നിട്ട് അവിടുന്ന് അടിമച്ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോവാണ്. ഒരു പ്രവാചകന്റെ ശൈശവ കാലഘട്ടമാണ്. എന്നിട്ട് ഒന്നിനും മാത്രം പ്രായമായപ്പോ, സ്വന്തം കാലിൽ നിൽക്കാനായപ്പോ സമയത്തോ വ്യഭിചാരാരോപണം നേരിട്ട് കൊല്ലങ്ങളോളം ജയിലിൽ പോവുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ എന്താ, അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ടായില്. എന്നിട്ട് ആ തിരിച്ചുവരവാണ്. മന്ത്രിയായിക്കൊണ്ട്, ഖജനാവിന്റെ അധികാരിയായിക്കൊണ്ട് യൂസുഫ് നബി തിരിച്ചു വരികയാണ്. അതേ സഹോദരങ്ങള് ലൈനിൽ നിൽക്കുകയാണ്, ഭക്ഷണത്തിന് വേണ്ടി യൂസുഫിന്റെ മുമ്പിൽ വരി നിൽക്കുകയാണ് അലൈഹിസ്സലാം. ഇത് അള്ളാന്റെ ഹിക്മത്താണ്. അപ്പൊ ഒരു 10 കൊല്ലം 20 കൊല്ലം കൊണ്ട് ലോകം അവസാനിക്കൂല. അള്ളാഹുവിന് വലിയ പ്ലാനുകളുണ്ട്. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അള്ളാന്റെ പരീക്ഷണമാണ്. അള്ളാഹുക്ക് ഒരു ഹിക്മത്തുണ്ട്. അതിൽ തൃപ്തിയാണ്. അതിനാണ് എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ സൂറത്തുൽ കഹ്ഫ് ഓതുന്നത്. ഇനി നിങ്ങൾക്ക് അള്ളാന്റെ കലാകദർ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി കണ്ട് സാധാരണ പണ്ടൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് പരീക്ഷ ഉണ്ടാകുക. വലിയ പരീക്ഷയൊക്കെ തിരുവനന്തപുരത്തേക്ക് പോയിട്ട് എഴുതണം. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് നമ്മൾ പരീക്ഷയ്ക്ക് പോവുകയാണ് വിചാരിച്ചോളൂ. അപ്പോൾ ഈ പരീക്ഷൻ്റെ തലേന്ന് നോക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ടാവും. സാധാരണ ഈ പരീക്ഷയ്ക്ക് എന്താ വെച്ചാൽ എത്ര പഠിച്ചാലും നിൽക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ടാവും. അത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് എന്താ ചെയ്യുക വെച്ചാൽ, അത് വേറെ ചെറിയൊരു നോട്ടുക്കിൽ എഴുതി വെക്കും. എന്നിട്ട് പരീക്ഷൻ്റെ തലേന്ന് 2 എടുത്ത് വായിച്ചു നോക്കും. കാരണം എങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ചാലും മറക്കും. അപ്പോൾ അത് നോക്കാൻ വേണ്ടി നമ്മൾ ട്രെയിനിൽ നിന്ന് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തിരൂരിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോവാണ് തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ ആ പുസ്തകം കജ്ജിക്കെടുത്തേക്ക് ഒരു തന്തിയും കുട്ടി വന്ന് നമ്മൾ ഇരുന്നിട്ട് ഈ കുട്ടി വെറും ചാട്ടം. അതിൻ്റെ അടുത്തൊരു കളിക്കോപ്പുണ്ട്, ഭയങ്കര ഒച്ചല. അതിങ്ങനെ ആ ചൈനൻ്റെ കൂക്കുറള്ള പാട്ടും ചാട്ടും. അങ്ങനെ നമുക്ക് നമ്മളെ പുസ്തകം തുറക്കാനേ സമ്മതിക്കണില്ല. നമുക്ക് ഭയങ്കര അമർഷം വരും, ദേഷ്യം, സങ്കടം. എന്താ അവസാനം നമ്മൾ പറഞ്ഞു അയാളോട്. അപ്പോൾ അയാൾ പറയാണ്, ഈ കുട്ടിൻ്റെ അമ്മ RCCയിൽ അഡ്മിറ്റാണ്, ക്യാൻസറാണ്. അപ്പോൾ മരിക്കാനായിട്ട് അവിടെ നിന്ന് വിളി വന്നു ഇന്നലെ, ഉമ്മ 2 ദിവസം കൊണ്ട് മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഈ കുട്ടീനെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പോൾ എന്തായി, നമുക്ക് ആ കുട്ടീനോടുള്ള ദേഷ്യം പോയി. പിന്നെ നമ്മൾ ബാഗിൽ നിന്ന് എടുത്ത ചോക്ലേറ്റ് കൊടുക്കലും, പിന്നെ അതിനങ്ങനെ സ്നേഹിക്കലും. എന്തേ പെട്ടെന്ന് മാറിയേ, എന്തേ നിലപാട് മാറിയേ? ആ കുട്ടിയുടെ ഭാവി നമുക്ക് മനസ്സിലായി. ഉമ്മല്ലാത്ത ജീവിക്കാൻ പോണ കുട്ടിയാണ്, അതിൻ്റെ ഒരു പ്രയാസം നമുക്കറിയാം, ഉമ്മല്ലാത്തിൻ്റെ. അപ്പം നമുക്ക് ആ കുട്ടീനോട് സ്നേഹമായി. അപ്പം നമുക്ക് എന്തൊക്കെ ഭാവിയിൽ സംഭവിക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ വലിയ അറിവുണ്ട്, നമുക്കറിയില്ല. അപ്പം എന്ത് സംഭവിക്കുമ്പോൾ നമ്മൾ ഇത്ര ആലോചിക്കണ്ടുള്ളൂ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എൻ്റെ റബ്ബിനെയാണ്.
റബ്ബിന് ഏറ്റവും സ്നേഹം എന്നോടാണ്. അങ്ങനെ തന്നെയാണ് ഓരോ വിശ്വാസം വിചാരിക്കേണ്ടത്.